പിടിക്കാൻ BJP ഒരുങ്ങി. അത് ഒരുക്കം മാത്രമല്ല, ഒന്നൊന്നര ഒരുക്കമാണ്. തിരുവനന്തപുരത്ത് BJPക്ക് ശക്തമായ സ്വാധീനമുണ്ട്. BJP കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ നേടിയത് 35 സീറ്റുകളാണ്. 52 സീറ്റുകൾ നേടി LDF തിരുവനന്തപുരം ഭരിച്ചു. UDFന് കഴിഞ്ഞ തവണ കിട്ടിയത് വെറും 10 സീറ്റ്. തിരുവനന്തപുരത്ത് UDFന്റെ സ്വാധീനം കുറഞ്ഞു പോകുന്നു. ഈ സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ തിരുവനന്തപുരം പിടിച്ചെടുക്കണം എന്നൊരു തീരുമാനമാണ് BJP ദേശീയ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. ദേശീയ നേതൃത്വം തിരുവനന്തപുരത്തിന് വേണ്ടി വലിയ വലിയ നീക്കങ്ങൾ നടത്തുന്നു. അതിൽ ഏറ്റവും വലിയ നീക്കം ചാനലുകൾ ഇന്ന് പ്രക്ഷേപണം ചെയ്തതുപോലെ പല ചാനലുകളും ഇന്ന് പ്രക്ഷേപണം ചെയ്തു. വി മുരളീധരൻ മേയർ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ മേയർ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാറ്റ് ആകെ മാറും. ഇപ്പോഴത്തെ മേയർ ആര്യ രാജേന്ദ്രന് ഒരുപാട് പ്രശ്നമുണ്ട്. ബാലാരിഷ്ടതകൾ മേയറെ വിട്ടുപോയിട്ടില്ല. അല്ലെങ്കിൽ ഈ KSRTC ഡ്രൈവറുമായി ഒരു പ്രശ്നമുണ്ടാകും. അല്ലെങ്കിൽ മേയറെ ആരെങ്കിലും ചെന്ന് ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ മേയർ പറയുന്നത് എനിക്ക് പിണറായി സഖാവിൻ്റെ പരിപാടി ഉണ്ടെന്നാണ്. അങ്ങനെ ജനങ്ങളുമായി ആര്യ രാജേന്ദ്രൻ അകന്നു. CPMന്റെ അകത്ത് CPM പാർട്ടിക്ക് ആര്യ രാജേന്ദ്രൻ സമുന്നതയാണെങ്കിലും സ്വീകാര്യയാണെങ്കിലും ജനങ്ങൾക്ക് ആര്യ രാജേന്ദ്രനുമായി ബന്ധം ഇല്ല. CPM തിരിച്ചറിയാൻ വേണ്ടിയാണ് പൊളിറ്റിക്സ് കേരള ഈ സ്റ്റോറി ഇപ്പോൾ വിടുന്നത്. മേയർ ആര്യ രാജേന്ദ്രന് ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ആ കൊച്ചിന് ഇതൊന്നും അറിയത്തുമില്ല. കൊച്ച് KSRTC ബസ്സിന് നേരെ അവൻ എന്തോ ചെയ്യട്ടെ, ഈ KSRTC ഡ്രൈവർ എന്തോ ചെയ്യട്ടെ. അതിന് നിയമപരമായ ഒരുപാട് പ്രശ്നങ്ങൾ, നിയമപരമായ നടപടികൾ ആര്യയ്ക്ക് സ്വീകരിക്കാമായിരുന്നു. അങ്ങനെയൊന്നും സ്വീകരിക്കാതെ അവനെ തടഞ്ഞു നിർത്തി അവനെ ഹീറോയാക്കി മാറ്റി ആര്യ രാജേന്ദ്രൻ. ഈ ആര്യ രാജേന്ദ്രനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തിരുവനന്തപുരത്ത് ഉടനീളമുണ്ട്. ഒരു പരിപാടിക്ക് വിളിച്ചാൽ മാഡത്തെ കിട്ടില്ല, ഒരു പരിപാടിക്ക് വിളിച്ചാൽ മാഡം ഒളിവിലാണ്. അതിനേക്കാളും വലിയ രസകരമാണ് ഈ PK രാജു എന്ന് പറഞ്ഞ ഒരു ഡെപ്യൂട്ടി മേയറുടെ ഒരു അവസ്ഥയുണ്ട്. ഈ PK രാജു ഡെപ്യൂട്ടി മേയർ ആകുന്നതിന് മുമ്പ് ഞാൻ ജനയുഗത്തിൽ ബ്യൂറോ ചീഫായി വർക്ക് ചെയ്തപ്പോൾ പല ന്യൂസുകളുമായി എന്നെ സമീപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് PK രാജു വിജയിച്ചു, ഡെപ്യൂട്ടി മേയറായി. അയാൾക്ക് ജനങ്ങളുമായി ഒരു ബന്ധമില്ല. ഇവരൊക്കെ ഏതൊക്കെയൊരു മൂഢസർഗത്തിലേക്ക് പോയി. അവിടെ BJP നന്നായി കളിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, പൊളിറ്റിക്സ് കേരള BJPക്ക് അനുകൂലമായി ഒരു വാർത്തയും ചെയ്യുന്ന ഒരു ചാനലല്ല. BJPയെ ഏകകലത്ത് പോലും കണ്ടുകൂടാത്ത ചാനലാണ്. BJPയെ വെറുക്കുന്ന ചാനലാണ്. പക്ഷെ സത്യം പുറത്തു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. വി മുരളീധരൻ മേയർ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ആര്യ രാജേന്ദ്രനും നമ്മുടെ PK രാജു ചേർന്ന് ഭരിക്കുന്ന നഗരസഭ ഇളകും എന്നുള്ളതിൽ, അല്ലെങ്കിൽ ആ നഗരസഭയുടെ അന്തിമ വിധിയായിരിക്കും എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. വി മുരളീധരൻ മാത്രമല്ല, BJPയിലെ സംസ്ഥാന നേതാക്കൾ ഒന്നടങ്കം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നു. PK രാജു എനിക്ക് ഏറ്റവും ദുഃഖം തോന്നിയ ഒരു സന്ദർഭമുണ്ട്. PK രാജു പല വാർത്തകളും ഞാൻ ജനയുഗത്തിലിരിക്കുമ്പോൾ കൊണ്ടുതരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മനുഷ്യാവകാശ പ്രവർത്തകനായിരുന്നു. അന്ന് ഉദയകുമാർ വധക്കേസ്, പോലീസ് ഉരുട്ടിക്കൊന്ന ഉദയകുമാർ വധക്കേസ് ഏറ്റെടുത്തത് അദ്ദേഹമാണ്. പക്ഷേ ഡെപ്യൂട്ടി മേയർ ആയതിനു ശേഷം അദ്ദേഹം ചെയ്യുന്നത് ജനങ്ങളുമായി അങ്ങ് അകന്ന് താൻ എന്തോ പ്രധാനമന്ത്രിയായി, താൻ എന്തോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപായി എന്ന് പറഞ്ഞ് നടപ്പാണ്. ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആര്യ രാജേന്ദ്രൻ പങ്കെടുക്കുന്നത് പിണറായി സഖാവ്, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ മാത്രമാണ്.
ആര്യ രാജേന്ദ്രനെ ഒരു പ്രാവശ്യമേ ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ തന്നെ ആ കൊച്ചിന്റെ ബാലാരിഷ്ടതകൾ മനസ്സിലാക്കി. കൊച്ചിന് രാഷ്ട്രീയം ഒന്നും അറിയില്ല. കൊച്ചി റെഡ് വോളണ്ടിയർ മാർച്ച് നയിച്ച് കൊച്ച് സഖാക്കൾക്കിടയിൽ പ്രിയങ്കരിയായി മാറി, ജനങ്ങൾക്കിടയിൽ പ്രിയങ്കരിയല്ല. അതാണ് ആര്യ രാജേന്ദ്രന്റെ പ്രത്യേകത. ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഒരു ഉപദേശപൂർവ്വം പൊളിറ്റിക്സ് കേരള പറയുകയാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭ BJP പിടിക്കും. കാരണം അവർ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കാൻ പോകുന്നത് വി മുരളീധരനെയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP അപ്രതീക്ഷിതമായ കുതിപ്പാണ് നടത്തിയത്. അവർ ഏകദേശം 35 സീറ്റാണ് നേടിയത്. 35 സീറ്റിലാണ് അവർ വിജയിച്ചത്. CPM-ൻ്റെയും LDF-ൻ്റെയും കോട്ട കൊത്തളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് BJP കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുന്നേറി. LDF 52 സീറ്റ് നേടി അധികാരത്തിൽ വന്നു. 21-കാരിയായ ആര്യ കൊച്ചിനെ മേയറാക്കി. ആര്യ കൊച്ചിന് മേയറായപ്പോൾ ആര്യ കൊച്ചിന് മേയർ എന്നുള്ളത് എന്തോ ഒരു വലിയൊരു പദവിയാണെന്ന് തിരിച്ചറിഞ്ഞു. അത് വലിയ പദവി തന്നെയാണ്, തിരുവനന്തപുരം മേയർ എന്നുള്ളത്. അത് വലിയ പദവിയാണെന്ന് തിരിച്ചറിഞ്ഞു. ആര്യ കൊച്ച് പിന്നീട് അങ്ങോട്ട് ലീലാവിലാസങ്ങളായിരുന്നു. ആര്യ കൊച്ചും PK രാജു, ഈ ഡെപ്യൂട്ടി മേയർ എന്ന് പറയുന്ന PK രാജു ചേർന്ന് ഒരുപാട് ലീലാവിലാസങ്ങൾ കാണിച്ചപ്പോൾ, കാരണം സാധാരണക്കാർ ഒരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ വരില്ലെന്നേ. ഒരു റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ, ഞാനിവരേതും എന്താ പറയുക, ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. പക്ഷെ ഒരു നാട്ടിലെ ഒരു റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ, ഞാനൊരു റെസിഡൻസ് അസോസിയേഷനിലെ അംഗമല്ല കേട്ടോ, പക്ഷെ അവരൊക്കെ എന്നോട് പറഞ്ഞതാണ്, സാറേ ഞങ്ങൾ പോയി ഇവരെ വിളിച്ചു, മേയറെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഡെപ്യൂട്ടി മേയറെ വിളിച്ചു, വരില്ല. ഡെപ്യൂട്ടി മേയർ അവസാനം വരുമെന്ന് ഏക്കം, പിന്നീട് അവസാനം വിളിച്ച് പറയും എൻ്റെ കുഞ്ഞമ്മ മരിച്ചുപോയി, അല്ലെങ്കിൽ എൻ്റെ പാർട്ടി സഹാക്കൾ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡെപ്യൂട്ടി മേയറും പോയി. ഡെപ്യൂട്ടി മേയർ കൈ ഒഴിയും. ആ സന്ദർഭത്തിൽ അവർ വേറെ ആരെങ്കിലും കൊണ്ടുപോയി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ചുരുക്കത്തിൽ ഈ മേയറും ഡെപ്യൂട്ടി മേയറും ജനങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നു. മാത്രമല്ല, വി മുരളീധരൻ മേയർ സ്ഥാനാർത്ഥിയായി വരുന്നുവെന്ന വാർത്ത ഞങ്ങൾ പുറത്തുവിടുമ്പോൾ ഇരുവരും സൂക്ഷിക്കണം. കാരണം വി മുരളീധരനൊക്കെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കളാണ്. കലാകൗമുദിക്ക് വേണ്ടി ഞാൻ അമിത്ഷയുടെ അഭിമുഖം എടുക്കാൻ പോയിരുന്നു തിരുവനന്തപുരത്ത് അമിത്ഷാ എത്തിയപ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് ഇരുവർക്കും ഇടയിൽ ഒരു എന്താ പറയുക, ഒരു പാലമായി നിന്നത് വി മുരളീധരനാണ്. അമിത്ഷ പറയുന്ന ഹിന്ദി എനിക്ക് മനസ്സിലാവില്ല, ഞാൻ പറയുന്ന ഇംഗ്ലീഷ് അമിത്ഷയ്ക്ക് മനസ്സിലാവില്ല. പക്ഷെ മുരളീധരൻ അത് കൃത്യമായി ചെയ്തു. കേന്ദ്രമന്ത്രിയായ വി മുരളീധരനെ തിരുവനന്തപുരം മേയറായി ഇറക്കാൻ BJP തീരുമാനിക്കുമ്പോൾ സൂക്ഷിക്കണം CPM. ഇതൊരു ഉപദേശമാണ്. ഇപ്പം നാളെ എന്താ പറയുക, നാളെ CPM നേതാക്കൾ എന്നെ വിളിച്ച് പറയുക അങ്ങനെ കൊടുക്കുക. സത്യം നിങ്ങളെ ഉപദേശിച്ച് വിടുകയാണ്. കാരണം ആര്യ രാജേന്ദ്രൻ ജനഹൃദയങ്ങളിൽ നിന്ന് അത്രയേറെ അകന്നു കഴിഞ്ഞു. ഡെപ്യൂട്ടി മേയർ PK രാജു, അയാൾ ഒരു ഡെപ്യൂട്ടി മേയറാണെന്ന് പോലും അറിയില്ല, അത്രയ്ക്ക് അകന്നു കഴിച്ചു. ഇതൊക്കെ തുറന്ന് പറയുന്നത് ഇവിടെ ഇടതുപക്ഷം ഉണ്ടാകണം എന്ന ശക്തമായ ഒരു ആഗ്രഹം കൊണ്ടാണ്. PK രാജു ഒരു കാലഘട്ടത്തിൽ പത്ര ഓഫീസുകളിൽ കയറി ഇറങ്ങിയ ചരിത്രം എനിക്കറിയാം, ഞാനതിൻ്റെ സാക്ഷിയാണ്. PK രാജുവിന് അങ്ങനെ ഒരു ചരിത്രം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഡെപ്യൂട്ടി മേയറായ ശേഷം ഏതെങ്കിലും പരിപാടിയിൽ വിളിച്ചു കഴിഞ്ഞാൽ, ചാരിറ്റി പരിപാടിയിൽ വിളിച്ചു കഴിഞ്ഞാൽ പോലും പലരും എന്നോട് പറഞ്ഞതാണ്, ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് രാവിലെ 10 മണി തൊട്ട് PK രാജു ഫോൺ ഓഫ് ചെയ്തതായി. അതാണ് PK രാജുവിൻ്റെ പ്രശ്നം. PK രാജു, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് PKVയും MN ഗോവിന്ദൻ നായരും, എന്താ പറയുക, PKV, MN ഗോവിന്ദൻ നായർ തുടങ്ങി വലിയ അധികായന്മാർ ഒരു പ്രസ്ഥാനത്തിലാണ്. ആ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ജനങ്ങളിൽ നിന്നകന്ന് എവിടെയൊക്കെയോ പോയി ജീവിക്കുന്നത്. പിന്നെ മേയർ ആര്യ കൊച്ചിന് എന്താ പറയുക, ഒന്നും അറിയില്ല. ആര്യ കൊച്ച് വെറും കുട്ടിയാണ്. പക്ഷെ കുട്ടിയൊന്നുമല്ല,
കുട്ടിയായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു KSRTC ബസ് തടഞ്ഞ് യദു എന്ന് പറയുന്ന ഒരു കണ്ടക്ടറെ ഇത്രയും അപമാനിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കി നാണം കെട്ട് നിൽക്കുമായിരുന്നു. നിങ്ങൾ റെഡ് വോളണ്ടിയർ കുപ്പായം അണിഞ്ഞപ്പോൾ പാർട്ടിക്കാർക്കിടയിൽ നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടായിരിക്കാം, പക്ഷേ സാധാരണ ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ഒരു ചുക്കുമല്ല. ആ പൾസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പൊളിറ്റിക്സ് കേരള ഉപദേശ രൂപത്തിൽ പറയുന്നത് മുരളീധരനാണ് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മാത്രമല്ല BJPയുടെ ദേശീയ നേതാക്കൾ, കേരളത്തിലുള്ള ദേശീയ നേതാക്കൾ തിരുവനന്തപുരത്തെ വിവിധ നഗരസഭാ മണ്ഡലങ്ങളിൽ നഗരസഭാ തെരഞ്ഞെടുപ്പിന് മത്സരത്തിനിറങ്ങും. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് BJPക്ക് തിരുവനന്തപുരം നഗരസഭാ ഭരണം നഷ്ടമായത്. ഇത്തവണ അവരത് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. ആര്യക്കൊച്ച് ഈ കളിയൊന്നും കളിച്ചതുകൊണ്ട് ആയില്ല. ആര്യക്കൊച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുക, PK രാജു എന്ന പരിണിതപ്രജ്ഞനായ മനുഷ്യാവകാശ പ്രവർത്തകൻ, അങ്ങനെ പല രീതിയിൽ പ്രവർത്തിച്ച നിങ്ങൾ പഴയ തട്ടകം ലാവണമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ പഴയ തട്ടകത്തിലേക്ക് പോയിക്കൊണ്ട് പഴയ തട്ടകത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചതുപോലെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ അടുത്ത നഗരസഭയിൽ BJPയുടെ കൊടി പാറും എന്നത് ഉറപ്പാണ്. ആ മുന്നറിയിപ്പ് പൊളിറ്റിക്സ് കേരള നൽകുന്നു. മേയർ ആര്യക്കൊച്ചിനും നമ്മുടെ ഡെപ്യൂട്ടി മേയറായപ്പോൾ ജനങ്ങളെ മറന്ന PK രാജു ചേട്ടൻ